കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് പ്രൊസീജിയർ ഓറിയന്റഡ് PHP വർക്ക് ചെയ്യുന്നതെന്ന് കണ്ടു. ഇവിടെ നമ്മൾ രണ്ട് വേരിയബിളാണ് ഇട്ടിരിക്കുന്നത്. ഒന്ന് കോഴ്സ്, രണ്ട് സബ്ജക്റ്റ്. ഈ വേരിയബിളിൽ ഗെറ്റ് കോഴ്സ് ഇൻഫോ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എഴുതിയിട്ട് അവിടെ നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്തു. അതിന്റെ കൂടെ കോൺകാറ്റനേറ്റ് ചെയ്ത് ആ വേരിയബിളിനെ പ്രിന്റ് ചെയ്യിച്ചു. അതിന് താഴെ നമ്മൾ എന്ത് ചെയ്തു? ആ ഫംഗ്ഷനെ കോൾ ചെയ്തു, അതിന്റെ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യിച്ചു. ഇതേ കാര്യം നമ്മൾ എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് PHP കോഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതേ കാര്യം തന്നെ ചെയ്യുക എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് ആദ്യം ഇവിടെ ഓൾറെഡി നമ്മൾ രാജീവ് എന്നുള്ള ഒരു ഫോൾഡറിനകത്ത് index.php ആയിട്ട് പ്രോഗ്രാം എഴുതിയിരുന്നു. അതിനകത്ത് ഞാൻ ക്ലാസസ് എന്ന് പറഞ്ഞൊരു പുതിയൊരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്യുക. അതിന്റെ കാരണം ഇനി നമ്മൾ എഴുതുന്ന ക്ലാസ്സുകളെല്ലാം റീയൂസ് ചെയ്യേണ്ട കോഡെല്ലാം ഞാൻ ഈ ക്ലാസസ് എന്നുള്ള ഈ ഫോൾഡറിനകത്താണ് എടുക്കുക. അവിടെ ഞാനൊരു കോഴ്സ് എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇതാണ് കോഴ്സ്. ഇവിടെ എന്താ ചെയ്തത്? PHP ഓപ്പൺ ചെയ്തു, അതിനകത്ത് ക്ലാസ് എന്നുള്ള കീവേഡ് കൊടുത്തു, ആ ക്ലാസിന്റെ പേര് കോഴ്സ് എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തു. ഇനി ഞാൻ ചെയ്യുന്നത് ആക്സസ് സ്പെസിഫയർ. ഇവിടെ ഒന്ന് കോഴ്സ് എന്ന് പറഞ്ഞ വേരിയബിളിൽ ഞാൻ പബ്ലിക് എന്നുള്ള ആക്സസ് സ്പെസിഫയർ ആണ് കൊടുത്തത്. അതിന്റെ മെച്ചം എന്താണ്? അതിന്റെ മെച്ചം അത് പബ്ലിക് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും എടുക്കാൻ പറ്റും. ഈ ക്ലാസ്സിനകത്ത് മാത്രമല്ല പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഇനി സപ്പോസ് നമ്മൾ പ്രൈവറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ പ്രൈവറ്റ് ആണെങ്കിൽ ആ ക്ലാസ്സിനകത്ത് മാത്രമേ പറ്റൂ. ആ ക്ലാസ്സിനകത്ത് മാത്രമേ അതിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഈ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ വിചാരിക്കുക. ഇവിടെ ഈ ക്ലാസ്സിനകത്ത് ഈ 3 വേരിയബിളേ ഉള്ളൂ. ഇവിടെ വേരിയബിൾ എന്നല്ല പറയുക, ശരിക്കും ഇവിടെ പ്രോപ്പർട്ടി എന്നാണ് പറയുക. ഈ പ്രോപ്പർട്ടി മാത്രമേ ഈ ക്ലാസ്സിനകത്തുള്ളൂ. ഞാൻ ചെയ്യുന്നതിന് പുറത്ത്, ഈ ക്ലാസ്സിന് പുറത്ത് ഞാൻ ഈ ക്ലാസ്സിന്റെ ഒരു ഇൻസ്റ്റൻസിനെ ക്രിയേറ്റ് ചെയ്യാം, ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക? ഒന്ന് ഡോളർ കൊടുത്തിട്ട് ഒബ്ജക്റ്റിന്റെ പേരെന്താണ് ആ പേര് കൊടുക്കുക. ഇപ്പൊ ഞാനിവിടെ CRS എന്ന് ഒരു പേര് കൊടുത്തു. ഈക്വൽസ് ഞാൻ ന്യൂ എന്നുള്ള കീവേഡ് കൊടുത്തു. ന്യൂ കൊടുത്തതിന് ശേഷം ഞാൻ ഈ കോഴ്സ്, ആ കോഴ്സിന്റെ പേര് കൊടുക്കുകയാണ്, ന്യൂ കോഴ്സ്. ഞാനിവിടെ ഈ കോഴ്സിനെ കോൾ ചെയ്യുമ്പോൾ ഞാൻ പാരാമീറ്റർ ആയിട്ട് വാല്യൂ കൊടുക്കാം. പക്ഷെ ഞാനിവിടെ നേരെ ഈക്വൽ ടു ഈ വാല്യൂ നേരെ കൊടുത്തേക്കാം. കോഴ്സ് ഞാൻ BCA എന്നുള്ള വാല്യൂ കോഴ്സിന് കൊടുത്തു. സബ്ജക്റ്റ് ഞാനിവിടെ നേരെ PHP തന്നെ കൊടുത്തു. PHP എന്നുള്ള ഒരു സ്ട്രിങ് അതിനകത്തേക്ക് കൊടുത്തു. ഓക്കെ, ജനറലി ഇങ്ങനെ ചെയ്യാറില്ല. കാരണം എപ്പോഴാണോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെ ആ ക്ലാസ്സിനെ നമ്മൾ കോൾ ചെയ്യപ്പെടുന്നത്, ആ സമയത്താണ് സാധാരണ ഈ വേരിയബിൾ പാസ് ചെയ്യുക. കാരണം ഇതൊരു ബ്ലൂ പ്രിന്റ് ആണ് ക്ലാസ് എപ്പോഴും. ആ ബ്ലൂ പ്രിന്റിലേക്ക് വാല്യൂ അസൈൻ ചെയ്യുക എപ്പോഴും അത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ്. അപ്പൊ തൽക്കാലം എക്സാമ്പിളിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കോഴ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ഈ പുതിയ $CRS എന്ന് പറഞ്ഞ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഈ ഒബ്ജക്റ്റിനകത്തുനിന്നും CRS എന്ത് എടുക്കുകയാണ്? നമുക്ക് അതിനകത്തുനിന്നും കോഴ്സ് പ്രിന്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഈ കോഴ്സ് ഓൾറെഡി നമുക്കറിയാം BCA എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് പ്രിന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ റൺ ചെയ്യുമ്പോൾ എവിടെയാണ് റൺ ചെയ്യേണ്ടത്? ഇത് course.php എന്നുള്ളൊരു പേരാണ്. അപ്പൊ ക്ലാസ്സസ് എന്നുള്ളത് മാറ്റുക, classes/course.php. ഓക്കെ, ഇവിടെ നമുക്ക് BCA എന്നാണ് course.php പ്രിന്റ് വരുന്നത്. അതിന് കാരണം എന്താ? അതിന് കാരണം പബ്ലിക് ആയിട്ടാണ് ഈ കോഴ്സ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ സബ്ജക്റ്റ് നമ്മൾ പ്രൈവറ്റ് ആക്കിയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്നൊരു കാര്യം ചെയ്യാം. ഈ പ്രൈവറ്റ് ആക്കി കൊടുത്തിരിക്കുന്ന ഈ സബ്ജക്റ്റ് നമുക്ക് പുറത്തേക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, നമ്മളിപ്പോ ക്ലാസ്സിന് പുറത്താണ് ഈ സ്റ്റേറ്റ്മെന്റ് എഴുതുക, അല്ലെ? ക്ലാസ് ഇത്രേ ഉള്ളൂ ക്ലാസ്സിന് പുറത്താണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് എഴുതിയിരിക്കുന്നത്. ഈ പുറത്തേക്ക് നമുക്ക് ഇതിനെടുക്കാൻ പറ്റുമെന്ന് നോക്കുക. ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുക. കണ്ടോ? ഫാറ്റൽ എറർ, അൺകോട്ട് എറർ ആണ്. കനോട്ട് ആക്സസ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. പ്രൈവറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ആ ക്ലാസ്സിന് പുറത്തേക്ക് എടുക്കാൻ സാധിക്കില്ല. നമ്മുടെ ക്ലാസ്സുകളിൽ
സാധാരണ ഓഫ്ലൈൻ ക്ലാസ്സിൽ നമ്മളിത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് പ്രൈവറ്റ്, എന്താണ് പബ്ലിക്, എന്താണ് പ്രൊട്ടക്റ്റഡ് എന്നുള്ളത്. പ്രൊട്ടക്റ്റഡ് എന്നുള്ള കീവേഡ് കൊടുക്കുകയാണെങ്കിൽ ആക്സസ് സ്പെസിഫയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ചൈൽഡ് ക്ലാസ്സിലേക്ക് കൂടി ഈ നമ്മൾ ഏത് വേരിയബിൾ ആണോ അത്തരത്തിൽ നമ്മൾ ആക്സസ് സ്പെസിഫയർ ആയിട്ട് ഈ പ്രൈവറ്റ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ചൈൽഡുകൾക്കും ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടുന്നവർക്കും ഈ വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ വേരിയബിൾ എന്നല്ല പറയുക, അവിടെ പ്രോപ്പർട്ടി എന്നാണ് പറയുക. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സാധാരണഗതി നമ്മൾ ഇത്തരത്തിൽ ഈ വാല്യൂ നമ്മളിവിടെ കൊടുക്കാറില്ല. ഓക്കെ, നമുക്കിനി നമ്മൾ കണ്ടത് ഇതിനകത്തെ മെമ്പർ ഫങ്ഷൻസ് ആണ്, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ആണ്, സോറി വേരിയബിൾസ് ആണ്, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ആണ് കണ്ടത്. നമുക്ക് ഇൻഡയറക്ട്ലി എങ്ങനെയാണ് കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് ഈ വേരിയബിളിലേക്ക് വാല്യൂ കൊടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം.